നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവൻ്റെ കുറ്റം പറച്ചിലാണ്. വണ്ടിയുടെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് അപ്പോൾ ഓൾമോസ്റ്റ് സർവീസ് കോസ്റ്റ് വന്നത് 2600 രൂപയാണ്. കൊച്ചിൻ TVSയിലാണ് വണ്ടി സർവീസ് ചെയ്തത്. ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചത് ഈ വണ്ടിയുടെ നെഗറ്റീവ് സൈഡാണ്. അപ്പോൾ ആൾക്കാർ കൂടുതലും പോസിറ്റീവിനേലും കൂടുതൽ ഇതിൻ്റെ നെഗറ്റീവ് എന്തെന്ന് അറിയാനാണ് താല്പര്യം. കാരണം ഈ വണ്ടി ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ, കുറേ പേര് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ആകാംക്ഷ കാണും ഈ ഒരു വണ്ടി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1000 കിലോമീറ്റർ ഞാൻ ഒരു വണ്ടി ഓടിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഫേസ് ചെയ്ത ഇഷ്യൂസാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വണ്ടിക്കകത്ത് ഫസ്റ്റ് ഞാൻ ഫേസ് ചെയ്ത ഇഷ്യൂ എന്ന് പറയണത് ഈ സാധനം തന്നെയാണ്. നമ്മളൊരു 60-70 കിലോമീറ്റർ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നല്ലൊരു വിൻ ബ്ലാസ്റ്റ് ഫേസിലേക്ക് അടിക്കേണ്ടത്. ഇപ്പോൾ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് ഓപ്പൺ ചെയ്തിട്ട് ഓടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കരമായിട്ട് ഒമിറ്റ് ചെയ്യാൻ തന്നെ പോലെയാണ് എയർ അടിച്ചിട്ട്. അതൊരു വലിയ പ്രശ്നമാണ്. അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇതുപോലെ വിൻഷീൽഡ് എക്സ്റ്റൻഡറും അതുപോലെ വിൻഷീൽഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ക്ലാംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആഫ്റ്റർ മാർക്കറ്റ്. അത് മേടിച്ച് യൂസ് ചെയ്യാം. TVS ഇതിനൊരു പരിഹാരം ഇപ്പോൾ കണ്ടുപിടിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ രണ്ടാമത് എനിക്ക് തോന്നിയ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു, എനിക്ക് ക്രൂയിസ് കൺട്രോൾ ഒരു എറർ വന്നായിരുന്നു. ക്രൂയിസ് കൺട്രോൾ 2 പ്രാവശ്യം വർക്ക് ചെയ്യാതെ വന്നു. അതായത് ഞാൻ ക്രൂയിസ് കൺട്രോൾ ഇട്ട് യൂസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് കട്ട് ചെയ്ത് പിന്നെ ഓപ്പൺ ചെയ്യാൻ നോക്കിയപ്പോൾ വർക്കാവുന്നില്ല. കോമൺലി ഇപ്പോൾ TVS കുറച്ച് വണ്ടികൾ റീകോൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇഷ്യൂ ഈ സെൽഫിനെ സംബന്ധിച്ചും അതുപോലെ ഫ്യൂവൽ പൈപ്പ് റീപ്ലേസിങ് കാര്യങ്ങളൊക്കെ അവർ റീകോൾ ചെയ്ത് മാറ്റി കൊടുക്കേണ്ടതെന്ന് കേട്ടത്. ദൈവം സഹായിച്ച് ഇതുവരെ അങ്ങനെ ഒരു ഇഷ്യൂ ഈ വണ്ടിക്ക് കാണിച്ചില്ല. വരുമോ എന്നുള്ളത് അറിയാൻ പാടില്ല. വരികയാണെങ്കിൽ അവർ മാറ്റി തരുമായിരിക്കും. പിന്നെ ഞാൻ ഫേസ് ചെയ്ത വേറൊരു ഇഷ്യൂ ആണ്, അത് എല്ലാവർക്കും ഉണ്ടോയെന്ന് അറിയില്ല. ഒരു 3500 RPMൽ വണ്ടിക്ക് ഒരു ചെറിയൊരു മിസ്സിങ് പോലെ എനിക്ക് ഫീൽ ചെയ്ത്. അതെൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിക്കും ആ ഒരു സെയിം ഇഷ്യൂ ഫീൽ ചെയ്ത്. ഞാൻ TVSൽ പറഞ്ഞിട്ടുണ്ടായി. ലാസ്റ്റ് സർവീസ് പോയപ്പോൾ ഞാൻ പറഞ്ഞു അവരോട് ഇങ്ങനൊരു മിസ്സിങ് ഉണ്ട്. പക്ഷേ അവർ ഓടിച്ചിട്ട് കിട്ടിയില്ല. അതെനിക്കും ഈ പറഞ്ഞോണം 1-2 പ്രാവശ്യം ആ ഒരു പ്രശ്നം കാണിച്ചിട്ടുള്ളൂ. സ്ഥിരമായിട്ട് ആ ഒരു ഇഷ്യൂ കാണിക്കണമെങ്കിൽ അത് അറിയാൻ പറ്റുള്ളൂ. ഒരു 2 പ്രാവശ്യം എനിക്കും ഫേസ് ചെയ്ത്. അവർക്ക് ഈ പറഞ്ഞോണം ഓടിച്ചിട്ട് ആ ഒരു ഇഷ്യൂ എന്താണെന്നുള്ളത് കിട്ടിയിട്ടില്ല. വരും സർവീസിങ്ങൾ അതും റെഡിയാക്കി തരുമായിരിക്കും. മൈലേജിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 35 ഒക്കെയാണ് മൈലേജ് കിട്ടിയേക്കണം. 30 to 35 ആണ് എനിക്ക് ഓൾമോസ്റ്റ് മൈലേജ് കിട്ടിയത്. ലോങ് പോയപ്പോൾ ഒരു 37 ആ റേഞ്ച് വരെ കിട്ടിയിട്ടുണ്ട്. അത് തോന്നിയ വേറെ ഇഷ്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ ഷോക്ക് അബ്സറാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സിംഗിൾ റൈഡ് ഇരുന്ന് പോകുമ്പോൾ ഇഷ്യൂസൊന്നുമില്ല. പുറകെ ഒരാളും കൂടി ഇരുന്ന് കഴിയുമ്പോൾ ഇത്തിരി വെയിറ്റുള്ള ആളാണെങ്കിൽ ഹെഡ്ലൈറ്റ് നേരെ മോഡിലേക്ക് ആവുന്നുണ്ട്. ഇന്ന് ഇത്രയും കുറ്റങ്ങളൊക്കെ ഉള്ളൂ ഈ വണ്ടിയെക്കുറിച്ച് പറയാനായിട്ട്. വേറെ കുറ്റങ്ങളൊന്നും പറയാൻ എനിക്ക് നിലവിലില്ല. ഇനി എന്തെങ്കിലും കുറ്റം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വന്ന് പറയും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഓഫ് MJ.